നമ്മൾ ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എങ്കിലേ നമ്മൾക്ക് ഈ ആയത്തുകളുടെ പോക്ക് ശരിക്ക് മനസ്സിലാവുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ഭൗതിക ലോകത്തും പരലോകത്തും വിജയകരമായ ഒരു ജീവിതം സമ്മാനിക്കാൻ അള്ളാഹു മാർഗദർശനം നൽകി അത്യുന്നതനായ ഒരു റസൂലിനാൽ പരിശീലനം നൽകപ്പെട്ട് ഒരു സമൂഹത്തെ ഹിദായത്ത് എന്തെന്ന് അറിയാത്ത ഒരു ലോകത്തിൻ്റെ മുന്നിലേക്ക് നിർത്തുകയാണ്. ആ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ ശരിക്കുണ്ടായത്. അതായത് റസൂലും സഹാബത്തുമാകുന്ന ഒരു പുതിയ സമൂഹത്തെ ഹിദായത്ത് എന്തെന്ന് അറിയില്ല ലോകത്തിന്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശിഷ്യന്മാരനെ ഒതുക്കിയതിന് ശേഷം റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ഈ സാധനം ഈ ഈസാ നബി പഠിപ്പിച്ചതിനെ ആകെ തലതിരിച്ച് അത് ക്രിസ്തു മതമാക്കിയതിന് ശേഷം പിന്നെ ഹിദായത്ത് എന്ന് പറയുന്നൊരു സാധനം ലോകത്തിന് എടുക്കാൻ എവിടെയില്ല. അങ്ങനെ ഒരു സാധനം അന്വേഷിച്ച് കിട്ടില്ല. ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ ജീവൻ ഭയന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ലോകത്തിൻ്റെ മുന്നിലേക്കാണ് ഈ റസൂലിനെയും ഈ സഹാബത്തിനെയും അള്ളാഹു മുന്നിൽ നിർത്തുന്നത്. അതായത് കുൻതും ഖൈറ ഉമ്മത്തിം എന്ന് പറയുന്ന ആ സംഭവത്തിനെ മുന്നിൽ നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ സമൂഹത്തിന് വേണ്ടത് എന്തൊക്കെയാണ് അവർ ഈ ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ ജീവിതം കൊണ്ട്. ആ കാര്യങ്ങളാണ് ശരിക്ക് അള്ളാഹു ഇവർക്ക് ഈ സൂറയിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ മുമ്പിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു പുതിയ ഒരു സംഭവം ഒരു ടീം അങ്ങ് ഇറങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ഉപദേശം ഉണ്ടല്ലോ ആ ടൈമിൽ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ഹജ്ജത്തുൽ വിദായിൽ ഒരു കാര്യങ്ങൾ മൊത്തം പറഞ്ഞതുപോലെ ഒരു പറച്ചിലാണ് ഈ സൂറയുടെ മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ ആ മനസ്സിലതിങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഈ ആയത്തുകൾ മനസ്സിലാക്കാൻ നല്ലതാണ്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഈ പ്രോഗ്രാമിനൊരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. റസൂല് അള്ളാഹു ഇതിൽ കൂടെ പറയുന്ന ഈ പ്രോഗ്രാമിന് ഒരു വ്യത്യാസമില്ല. അതായത് സിറാത്തുൽ മുസ്തഖീമായ ഒരു പ്രോഗ്രാമുമായിട്ട് ഈ മുന്നിലേക്ക് നിർത്തുകയാണ്. ഇതാണ് നമ്മൾ ഈ ചോദിക്കുന്നതും, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണ് ഈ ചോദിക്കണതെന്നും എന്താണ് ഈ കിട്ടിയതെന്നും ഉള്ളത് ശരിക്കും മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഈ പറയുന്നതിൻ്റെ സംഭവം അറിയുള്ളൂ. കാരണം നമ്മൾ ഈ സൂറയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് തീറ്റയെക്കുറിച്ച്, ദാമ്പത്യ ഇടപാടുകളെക്കുറിച്ച്, വേട്ടയെക്കുറിച്ച്, ഷായിറുകളെ ആദരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടത് തുടങ്ങുന്നത്. അതായത് തികച്ചും ഭൗതികമാണെന്ന് തോന്നുന്ന നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തുടക്കം. അതിൻ്റെ ശേഷം അതിങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ നിസ്കാരത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും നോക്കണം, ഈ ദീൻ എന്ന് പറയുമ്പോൾ ഇതിന് വ്യാവഹാരികം ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടൊരു വ്യത്യാസമില്ല. ഇത് രണ്ടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നാണ്. നമ്മൾ ഫിഖ്ഹിൻ്റെ ചർച്ചയിലൊക്കെ വരുമ്പോൾ വ്യാവഹാരികമായ കാര്യങ്ങൾ വേറൊന്ന്, ഇബാദത്തിൻ്റെ കാര്യങ്ങൾ വേറൊന്ന്, അതൊക്കെ പഠനത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ എന്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അതേപോലെ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റേ കാര്യത്തിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശം, റസൂലിൻ്റെ നിർദ്ദേശം കൃത്യമായി നമ്മൾ പാലിക്കുമ്പോഴേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒരു ആഫ് സംഭവമേ ആവുള്ളൂ. ആഫ് എന്നൊന്നും പറഞ്ഞിട്ടൊരു പരിപാടി ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു ഇസ്ലാമും ഇല്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായി നമ്മൾ ഇവിടെ സിറ്റുവേഷനിൽ നമ്മൾ ഉണ്ടാക്കണം. കുറേ കാര്യങ്ങൾ ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടാണ്, കുറേ അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് നമുക്ക് ഈ തരിക. അപ്പോൾ നമുക്ക് അതിനുള്ള കോപ്പുകളൊക്കെ നമ്മുടെ കയ്യിൽ അന്ന് വെച്ച് തന്നിട്ടുണ്ട്, നമ്മുടെ ചിന്തയും ബുദ്ധിയൊക്കെ. അതൊക്കെ കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ആയത്തുകളെ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ഈ വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, ഇദാ കുംതും ഇലസ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ, അതായത് നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. ഈ നമസ്കാരം എന്ന് പറയുന്നത് ഒരു സവിശേഷമായ സംഭവമാണ്. അത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ പോയി നിൽക്കുകയാണ്, അള്ളാഹുവിനുമായിട്ട് നമ്മൾ അഭിമുഖം നടത്തുകയാണ്. അതായത് അത്യുന്നതമായ ഒരു നിലവാരത്തിലേക്ക് ഈ മനുഷ്യൻ ഉയരുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഉയരുമ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ, അതിന് പ്രത്യേകമായൊരു തയ്യാറെടുപ്പ് ശാരീരികമായും മാനസികമായും മനുഷ്യന് ആവശ്യമുണ്ട്. അതാണ് ശരിക്കും വുളുവിൻ്റെ പ്രസക്തി എന്നാണ് തോന്നുന്നത്. അതായത് നമ്മൾ എന്തോ വലിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് വുളു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ നമസ്കാരത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യം ഈ ശുദ്ധീകരണത്തിനുണ്ട്. അപ്പോൾ അത് നമ്മളുടെ
അതിൻ്റെ എല്ലാ ഗൗരവത്തിലേക്കും കൊണ്ടുപോകണം. കാരണം നമസ്കാരത്തരല്ലേ, കഴുകൽ പിന്നെ അത് അത്രയല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ വുദുവിനെ കുറിച്ച് ആദ്യം തന്നെ പറയുന്നത്. ഫഗ്സിലു വുജൂഹക്കും, അപ്പോൾ നിങ്ങൾ ആ വുദുവിൻ്റെ കാര്യം പറയാം. നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണം. ഐദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകണം. ഇലൽ മറാഫിക്ക് എന്ന് പറഞ്ഞാൽ മുട്ട് വരെ എന്നാണ് ഒരു ഇത്, പക്ഷേ അത് മുട്ട് ഉൾപ്പെടെ എന്നുള്ള രണ്ട് അർത്ഥത്തിലുമുണ്ട്. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തലകളെ നിങ്ങൾ തടവണം. അർജുലക്കും, നിങ്ങളുടെ കാലുകളെ നിങ്ങൾ കഴുകണം. ഇലൽ കഅബൈനി, ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ കഴുകണം. ഇത് വുദുവിൻ്റെ നിർബന്ധമായ രൂപമാണ്. അതായത് ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ആ വുദു ശരിയാവില്ല. ഇതിൻ്റെ കൂടെ നമ്മുടെ പണ്ഡിതന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചര്യയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തും. ഒന്ന് നിയ്യത്ത്, അതായത് വെറുതെ ഒരു കയ്യും കാലും കഴുകുക എന്നുള്ളതല്ല. ഒരു പ്രത്യേകമായൊരു സംഭവത്തിന് വേണ്ടി ഞാൻ ഇന്നത് അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ, റസൂൽ കാണിച്ച രൂപത്തിൽ ചെയ്യുന്നു എന്നുള്ള ആ ബോധത്തിൽ ചെയ്യണം. അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് തന്നെയല്ല ഇതിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ചെയ്യണം. അതായത് ആദ്യം മുഖം കഴുകണം, കൈകൾ കഴുകണം, കാല് കഴുകണം. അങ്ങനെ തന്നെ അതാണ് നമ്മൾ തെർത്തീബ് എന്ന് പറയാം. ആ തെർത്തീബും ഇതിൽ രണ്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ വുദുവിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അതൊക്കെ ഇതിൻ്റെ പൂർണ്ണതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അതിൻ്റെ പൂർണ്ണ രൂപങ്ങളാണ്. അതുകൂടി ആവുമ്പോഴേ ഈ വുദു എന്ന് പറയുന്നത് പൂർണ്ണമാകുള്ളൂ. അതുകൂടി ആവുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. ബാക്കിയൊക്കെ മറ്റത് നിർബന്ധമാണ്. അതായത് ഇപ്പോൾ 3 പ്രാവശ്യം കഴുകുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണത, ഒരു പ്രാവശ്യമായാലും അതിൻ്റെ ഫർള് സംഭവിക്കും. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതിനെ നമ്മൾ ഹദസുൽ അസ്ഗർ എന്നാണ് പറയാം. ചെറിയ അശുദ്ധി, ഒന്നുമില്ലാത്ത അവസ്ഥ, അതിനാണ് ചെറിയ അശുദ്ധി എന്ന് പറയാം. അതിൽ നിന്ന് പോവാനാണ് നമ്മൾ ഈ വുദു എടുക്കുന്നത്. വൈൻ കുന്തുൻ ജുനുബൻ, ഇത് വലിയ അശുദ്ധിയാണ്. ഹദസ് അക്ബർ എന്ന് പറയുന്ന വലിയ അശുദ്ധി എന്ന് പറയുന്നത് ഇവിടെ ഈ ജനാബത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ ഭാഗങ്ങളിൽ അത് ആർത്തവമുണ്ട്, പ്രസവമുണ്ട്, അതൊക്കെ വലിയ അശുദ്ധികളാണ്. അതൊക്കെ കുളിച്ചാൽ മാത്രമേ ശുദ്ധിയാവൂ. അത് ഫത്തഹറു, അതിനെ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകണം. തഹറു എന്ന് പറഞ്ഞാൽ കുളിച്ച് ശുദ്ധിയാകണം എന്നുള്ള ആശയത്തിലാണ്. വൈൻ കുന്തും, ഇനി നിങ്ങളാണെങ്കിൽ മറുത രോഗിയാണ്, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലാണ്, ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി ഔലാ മസ്തുമുൻ നിസാ, അതായത് ഈ കാര്യങ്ങൾ ഒന്നുകിൽ ഈ വെള്ളം ഉപയോഗിക്കാൻ ഏതെന്തെങ്കിലും നിലക്ക് നമുക്ക് പറ്റാതെ വരിക. അതൊന്നുകൊണ്ട് രോഗം കൊണ്ടാവാം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാവാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാകാം. യാത്രയിൽ ചിലപ്പോൾ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം വെള്ളമില്ലാത്ത ഇതൊക്കെ ആവാം. അല്ലെങ്കിൽ നമ്മൾ വിസർജിച്ചിട്ട് വന്നാൽ ഔല മസ്തുമുന്നിസ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീ സംസർഗമുണ്ടായി, അങ്ങനെ നിങ്ങൾക്ക് ജനാബത്ത് ഉണ്ടായാൽ ഫലം തജിദു മാഅൻ, അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കത്തിയില്ലെങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യിബ, അപ്പോൾ നിങ്ങൾ ഈ ഉപരിതലം വെള്ളമായി കരുതി ചെയ്യുക എന്നാണ്. അതായത് ജനാബത്തിൽ നിന്ന് മോചിതമാവാനും തയമ്മും മതി എന്നാണ്. അതായത് രണ്ട് തയമ്മുമിൻ്റെയും, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള തയമ്മും മറ്റേ തയമ്മും ജനാബത്തിൽ നിന്ന് ശുദ്ധിയാവാനുള്ള തയമ്മും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും ഒരേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ രൂപം പറയാം. ഫംസഹു ബി വുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തടവുക, ഐദിയക്കും, നിങ്ങളുടെ കൈകളെയും. ഇത് രണ്ടാണ്. അതായത് മണ്ണിലടിച്ചുകൊണ്ട്, മണ്ണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപരിതലത്തിൽ മുൻകൈകൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് മുഖം തടവുക, പിന്നെ ഒന്നുകൂടി അടിച്ചിട്ട് കൈകളും തടവുക. അതാണ് ഈ തയമ്മുമിൻ്റെ രൂപം എന്ന് പറയുന്നത്. അത് കുളിക്കാനാണെങ്കിലും മറ്റതാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ രൂപം തന്നെയാണ്. ഇനി ഇതിൻ്റെ നമ്മൾ ചില സംഭവങ്ങളിലേക്ക് ഒന്ന് പോവുക. അപ്പോൾ നമസ്കാരത്തിൻ്റെ രൂപം ഖുർആനിൽ എവിടെയെങ്കിലും വിവരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അതായത് നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, പിന്നെ ഫാത്തിഹ ഓതുക, റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, അങ്ങനെ ഒരു നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തുകൊണ്ടാണ് ആ നിസ്കാരത്തിൻ്റെ രൂപമില്ല, പക്ഷേ ഈ വുദൂവിൻ്റെ രൂപം എത്ര വലിയ ഗംഭീരമായിട്ട് ഇതിൽ പറയണത്?
അതെന്തായിരിക്കും അതിൻ്റെ ഒരു പോയിന്റ്? നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഒന്നുവിനേക്കാൾ കേമാണല്ലോ എങ്കിലും നിസ്കാരം അല്ലേ. പക്ഷേ നിസ്കാരത്തിൻ്റെ ഇങ്ങനെ ഒരു രൂപം, അതായത് നിങ്ങൾ ഓരോന്ന് ഇന്നതുപോലെ കഴിഞ്ഞിട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ രണ്ട് സംഭവങ്ങൾ. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ തനിച്ച ഇബാദത്ത് എന്ന് പറയാം ചില കാര്യങ്ങൾക്ക്. അപ്പോൾ നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലത്തൊക്കെ തനിച്ച ഇബാദത്താണ്. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിന് ഇബാദത്തല്ലാത്തൊരു ലക്ഷ്യം ഇല്ല. ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? നേരെ മറിച്ച് വുളു എന്ന് പറയുന്നത് നമ്മൾ ഒരു ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന തികച്ചും ഭൗതികമായൊരു സംഭവത്തിനെ ഇബാദത്താക്കി മാറ്റുകയാണ്. ഇപ്പോൾ സദക്ക, ഒരാളുടെ പട്ടിണി മാറ്റുക എന്ന് പറയുന്ന ഒരു ഭൗതികമായൊരു സംഭവമാണ്. പക്ഷേ അത് ഒരു ഇബാദത്തായി മാറുകയാണ്. അതിന് കൃത്യമായ നിയ്യത്തും കാര്യം വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഇബാദത്തായി മാറും, അല്ലെങ്കിൽ അത് ഇബാദത്തല്ലാതായി പോകും. ഇല്ലേ? ഇതേപോലെ രണ്ട് സംഭവങ്ങളാണ്. ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ഒരു കാര്യത്തിൽ, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പരമാവധി സാധ്യതയോടുകൂടി നമ്മൾ ചെയ്യും. സുന്നത്തും ബാക്കിയും കാര്യവും വീരൊക്കെ കൂടി നമ്മൾ ചെയ്യും. പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, മറ്റതാണ് വ്യവഹാരിക കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമ്മളങ്ങ് മാറ്റി നിർത്തും. അത് അത്ര വേണ്ട എന്നുള്ള ഒരു സംഭവം, അതിൽ അത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സൂറത്തു ജുമുഅയിൽ നമുക്ക് കാണാം, ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ എന്നാണ്. അതായത് ഏത് മാതിരിയാണോ നിങ്ങൾ ജുമുഅയിൽ പള്ളിയിലേക്ക് വന്ന് അവിടെ ഇരുന്നിട്ട് അൽ കഹ്ഫൊക്കെ പാരായണം ചെയ്ത് പരമാവധി ദിക്റൊക്കെ ചെയ്ത് എല്ലാത്തിലും കാര്യമായി പങ്കെടുത്ത് അതൊക്കെ ചെയ്ത്, പക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഫന്തശിറൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങളങ്ങ് വ്യാപിച്ചാൽ, വബ്തഗൂ മിൻ ഫദ്ലില്ലാ, ബാക്കിയുള്ള ജീവിത വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഫദ്കുറുല്ലാഹ കസീറൻ എന്നാണ്. കണ്ട, ഇതിനേക്കാൾ കേമായിരിക്കണം അവിടെ കസീർ. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഇതാ, നമ്മൾ പള്ളിയിൽ ഇറങ്ങിയിട്ട് മറ്റവൻ്റെ മുഖത്ത് നോക്കിയിട്ട് 4 തെറി പറയുമ്പോൾ ഈ സംഗതി ആകെ പോകും. അതായത് പള്ളിയിൽ എങ്ങനെയാണോ അതിനേക്കാൾ അപ്പുറമായി ബാക്കിയുള്ള ജീവിത വ്യവഹാരത്തിൽ ഈ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, റസൂലിൻ്റെ മാതൃകകളെ നമ്മൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഇസ്ലാം അതിൻ്റെ പാട്ടിന് പോകുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുക്കുക, മറ്റേതിന് അപ്രാധാന്യം ആവുക, അത് ഇസ്ലാമല്ല. അങ്ങനെ ഒരു ഇസ്ലാമും ഇല്ല. അപ്പോൾ അത് ശരിക്കും ഇതിൻ്റെ ഈ ഘടനയിൽ തന്നെയുണ്ട്. തീറ്റയുടെ കാര്യം ആദ്യം പറയുക, വൈവാഹിക കാര്യങ്ങളെക്കുറിച്ച് പറയുക, അതൊക്കെ തികച്ചും ഭൗതികമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യം, അതിലൊന്നും അത്ര കാര്യമില്ലാന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇത് രണ്ടിലും ഒരേപോലെ ഒന്നിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കാതെ ചെയ്യുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ നമസ്കാരം എന്ന് പറയുന്നത്, നമസ്കാരത്തിൽ നമ്മൾ അത്ര യുക്തി അന്വേഷിക്കില്ല. നമസ്കാരത്തിൽ നമ്മൾ യുക്തി അന്വേഷിക്കില്ല. അതിപ്പോൾ ഈ അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവരൊക്കെ അങ്ങനെ കടന്ന് പറയുമ്പോഴാണ് നമ്മൾ തന്നെ അങ്ങനെ ഒക്കെ ഉണ്ട് എന്ന് ആലോചിക്കുക. നമസ്കാരത്തിന് നമ്മൾ, അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ അതിൻ്റെ മാത്രം യുക്തി എത്ര ഉണ്ട് എന്നല്ലേ നമ്മൾ നോക്കുക. അതിൻ്റെ ആ ഇബാദത്തിൻ്റെ വശ. നേരെ മറിച്ച് ശുദ്ധീകരണം. ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ തന്നെ ആ നിരീശ്വരവാദിയായ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ലിയാക്കത്ത് ഈ വിഷയം പറയുന്നുണ്ട്. അതായത് എന്താണ് ഈ ഇപ്പോൾ ഒതു മുറിയുന്ന 4 കാരണങ്ങളാണ്. ഒന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിസർജ്യ ഇടങ്ങളിലൂടെ എന്തെങ്കിലും ഖരം രൂപത്തിലോ ഇതിലോ ദ്രാവക രൂപത്തിലോ പുറപ്പെടുക, അല്ലെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ ബോധക്ഷയം, അങ്ങനെയുള്ള 3-4 കാരണങ്ങളെ കൊണ്ടാണല്ലോ ഈ വുളു മുറിയുന്നത്. പക്ഷേ ഈ നജസായ 2 വസ്തുക്കൾ നമ്മളുടെ പുറപ്പെട്ടാൽ അത് നമ്മൾ മാലിന്യം വൃത്തിയാക്കുന്നത് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നു. പക്ഷേ അത് വുളു എടുക്കുന്നതിൻ്റെ ഭാഗമല്ല. അതേ പാതിൽ നമ്മൾ അധോവായു ഉണ്ടായാൽ നമുക്ക് വുളു മുറിയും, ഇല്ലേ? പക്ഷേ നമ്മൾ കഴുകുന്നത് എവിടെയാണ്? വുളുവിൻ്റെ ഭാഗമായി നമ്മൾ കഴുകുന്നത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്നുമല്ല, അത് വേറൊരു സ്ഥലത്താണ്. അത് നജസാണ്. നജസ് പുറപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ വുളു നമുക്ക് ആവശ്യമായി വരുന്നത്. എന്നാൽ നജസല്ലാത്ത ഒരു സാധനം, ഇന്ദ്രിയം, അതായത് ശുക്ലം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നജസല്ല, പക്ഷെ കുളിക്കണം. ഇനി ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ
സ്ത്രീ സംസർഗമില്ല, ഗാഠമായ നിദ്രയുണ്ടായിട്ടില്ല. വെറുതെ നമ്മളിങ്ങനെ ഇരിക്കണ ഒരു ഇരിപ്പിൽ ഏതെങ്കിലും നിലക്ക് ശുക്ലം അങ്ങ് പുറത്തു പോയാൽ ഒതുമുറിയോ? ഒതുമുറിയില്ല. ഫിഖ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ ഒതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, പക്ഷേ ഒതുമുറിയില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതെന്ത് പരിപാടിയപ്പോൾ ഇതൊക്കെയെന്ന്, ഇതെന്ത് പരിപാടി, ഇതിലെന്ത് യുക്തിയാണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഈ കാര്യങ്ങളിലൊക്കെ യുക്തി അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരു ശാസ്ത്രീയമായ ഒരു യുക്തിയല്ല ഇതിൻ്റെ ഒന്നും പിന്നിലുള്ളത്. രണ്ട് തലങ്ങളുണ്ട്. ഈ സംഭവങ്ങൾക്കുള്ളതുപോലെ തന്നെ രണ്ട് തരം യുക്തികളും ഇതിലുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായൊരു തലത്തിനുമായി ബന്ധപ്പെടുന്നതാണ്, ഒന്ന് ശാസ്ത്രീയമായിട്ടുമാണ്. അതും ഉണ്ടാവും, മറ്റതും ഉണ്ടാവും. ശാസ്ത്രീയമായത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മറ്റത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനി ഏതെങ്കിലും രൂപത്തിലൊക്കെ നമുക്ക് അതിനൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും അത് കേവലം ഒരു കാഴ്ചപ്പാട് എന്നുള്ള നിലക്കാണ്. അത് തന്നെയാണ് അത് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ ഈ ജനാപത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ മതി. ഈ ജനാപത്തുണ്ടായാൽ കുളി നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞ മാതിരി ശുക്ലം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ചുറ്റും ഒതുമുറിയണമെന്നില്ല. ഒതുമുറിയുന്ന മറ്റു കാരണങ്ങൾ ഇല്ലെങ്കിൽ പക്ഷേ കുളി എന്ന് പറയുന്നത് നിർബന്ധമാണ്. നേരെ മറിച്ച് നജസ് പുറപ്പെട്ടു കൊടുത്ത് നമ്മൾ അവിടെ കുളി നിർബന്ധമല്ല. ആ പ്രദേശങ്ങൾ കഴുകുന്നത് ഒതുവിൻ്റെ ഭാഗവുമല്ല. ഇതിലൊക്കെ എന്ത് യുക്തി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഖുർആനിൽ ഈ ഒതുവിൻ്റെ രൂപം ഇതുപോലെ ഇത്ര കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ പതറും. ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ പതറും. അത് ശരിയല്ലേ, അതൊരു യുക്തിയല്ലേ ആ ചോദിക്കുന്നതെന്ന്. അതിന് തടയിടാനായിരിക്കണം അള്ളാഹു ഇത് ഇത്ര കൃത്യമായി പറയുന്നത്. നേരെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഈ ചോദ്യം അങ്ങനെ വരില്ല. സുജൂദിൽ എന്താണ് ഇത്ര വലിയ സംഭവം എന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ജേക്കബ് ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ. സയൻസിൻ്റെ സംഭവങ്ങളുണ്ട്, പക്ഷേ ഇതങ്ങനെ സയൻസിന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് കണ്ട അത് എത്ര ഗംഭീരമായിട്ട് അത് നമ്മുടെ മുന്നിൽ നിൽക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംശയത്തിന് ഇടയില്ലാത്ത വിധം ആ ഗ്യാപ്പങ്ങ് ആ വഴിയങ്ങ് നടക്കുകയാണ്. അതായിരിക്കണം ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഈ തേമത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ തേമം എന്ന് പറയുമ്പോൾ തന്നെ അത് മണ്ണാണ്. അതിലിപ്പോൾ ഈ ഭൗതിക ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിലെവിടെ നടക്കുന്നു? പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അതിൽ വേറെ, അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ശുദ്ധിബോധം നിലനിർത്തുക എന്ന് പറയുന്ന ആ ഒരു തലം മാത്രമേ അതിൽ പണിയെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള മറ്റേ തലം പണിയെടുക്കുന്നേ ഇല്ല. അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത്, അള്ളാഹു പറയുന്നത്, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ. ഇങ്ങനൊക്കെ നിങ്ങളോട് ഈ മണ്ണും അതും ഇതൊക്കെ തേടി പിടിക്കണൊക്കെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എട്ടങ്കറാക്കുക എന്നുള്ളതല്ല അള്ളാഹുടെ ഉദ്ദേശം. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും നമ്മൾ തിരിച്ചറിയണം. അത് അള്ളാഹു പറയുന്നത് ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ബോഡി ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് വേറൊന്നാണ്, മറ്റേ തലം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് വേറൊന്നാണ്. അത് ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അത് സയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എങ്ങനെയാണ് ആ ഭാഗം ശുദ്ധീകരിക്കുക എന്ന്. കാരണം അത് അവരുടെ ഏരിയയെ അല്ല. അവരുടെ ഏരിയയിലുള്ളവർക്ക് അവർക്ക് പറയാം, നമുക്ക് ഇന്ന മാതിരിയൊക്കെ കഴിയുക, സോപ്പിട്ട് കഴിയുക, അല്ലെങ്കിൽ നമ്മൾ മറ്റേ സാധനങ്ങൾ കഴിച്ചാൽ അത് ശുദ്ധിയാവും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ മറ്റേ ഏരിയ എന്ന് പറയുന്നത് ആർക്കും കൈവക്കാൻ പറ്റിയതല്ല. അതിന് പറയാൻ പറ്റിയ ആൾ റസൂലാണ്. അതിനു വേണ്ടി അത് വരുന്നത് റിസാലത്തിൻ്റെ പ്രധാന ഒരു കാര്യം തന്നെ അത് നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും പറഞ്ഞു തരണം. കാരണം ആ ഒരു ഏരിയ ഇവരുടെ ഭാഗമല്ല. അതുകൂടിയാവുമ്പോഴാണ് വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും. ഈ മനുഷ്യൻ എന്നുള്ള സൃഷ്ടി രണ്ട് ഭാഗത്തേക്കും ഉള്ള സാധന, ഒരു ഭാഗത്തേക്ക് മാത്രം കിടക്കുന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിഅമത്ത്, ആ മനുഷ്യന് കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങൾ വേണം. അപ്പോഴേ നിങ്ങൾ ശുക്രുള്ളവരാകുള്ളൂ എന്നാണ്. അപ്പോഴാണ് നിങ്ങൾ ശുക്രുള്ളവരാവുക. കാരണം രണ്ട് തലത്തിൽ നിൽക്കുന്ന സൃഷ്ടിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുക. ആ രണ്ട് തലത്തിനെയും തൃപ്തിപ്പെടുത്തുന്ന മാർഗദർശനമില്ലാതിരിക്കുക എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് ശുക്രുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഈ വലിയ സംഭവങ്ങളാണ്. കാരണം അപ്പം നമ്മൾ തന്നെ വല്ലാതെ ക്ഷീണമൊക്കെ പിടിച്ച് നമ്മൾ ഇങ്ങനെ യാത്രയിലൊക്കെ ആയി നമ്മൾ ആ ഹൗദിലൊക്കെ പോയിട്ടൊന്ന് ഒതുകൊടുത്ത് ഒന്ന് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ,
അത് ഭയങ്കര സംഭവമാണ്. കാരണം അതൊക്കെ നമ്മളുടെ വേറൊരു തലവുമായി ബന്ധപ്പെടണ. നേരെ മറിച്ച് രാവും പകലും ഓടണ നായ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ മുഖം കഴുകണ്ട. അതിനങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ പ്രശ്നമേ ഇല്ല. അതെന്താ ചോദിച്ചാൽ ഈ തലങ്ങളെ, രണ്ട് തലങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന മാർഗദർശനമില്ലെങ്കിൽ ഒരു തലത്തിൽ മാത്രമായ എന്താ ചോദിച്ചാൽ ഈ മനുഷ്യൻ പകുതിയാവും. ഈ മനുഷ്യൻ്റെ ഒരു ഭാഗത്തിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് അള്ളാഹു ഈ രണ്ട് ഭാഗങ്ങളും ശ്രദ്ധിക്കുന്നത്. ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ ഏത് കാര്യത്തിലും ഇതുണ്ട്. ഏത് കാര്യത്തിലും അത് രണ്ടും കൂടി കിട്ടുമ്പോഴാണ് മനുഷ്യൻ്റെ ഈ നിയമത്ത് പൂർത്തിയാവുന്നത്. അല്ലെങ്കിൽ പൂർത്തിയാവില്ല. അത് പൂർത്തിയായില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണ പരിപാടി ഉണ്ടാവില്ല. കാരണം എന്നെ ഒരു ലെവലിൽ സൃഷ്ടിക്കുകയും അതിന് കൃത്യമായ മാർഗദർശനം എനിക്ക് തരാതിരിക്കുകയും ചെയ്താൽ പിന്നെ ഞാനെങ്ങനെ അള്ളാഹനെ പരിഗണിക്കുക? ഞാൻ പരിഗണിക്കില്ല. അതാണ് നിങ്ങൾ ശുക്റുള്ളവരാവാൻ വേണ്ടി. ഇതൊക്കെ ബോധമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കേസുകളാണ്. ഇതിനൊക്കെ കൃത്യമായി ആലോചിക്കുകയും എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതും. കാരണം നമ്മളുടെ ഒരു തലം ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. രണ്ട് തലവും ഒരുപോലെ നമ്മൾ പ്രവർത്തിച്ച് നിൽക്കണം. ഇതിൽ വ്യത്യാസം കൽപ്പിക്കുമ്പോഴാണ് ഈ ദീൻ വെറും ആചാരമായി മാറുക. അത് പിന്നെ ആചാരം മാത്രമേ അതിലുണ്ടാവുള്ളൂ. എല്ലാ ദീനുകൾക്കും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. ഒരു തലം അങ്ങോട്ട് വിടും. മറ്റേ ഭൗതികം ആത്മീയം എന്നൊക്കെ പറഞ്ഞ് അതിനങ്ങ് വേർതിരിച്ച് നിർത്തി രണ്ട് ഭാഗത്തേക്കും രണ്ട് സമരമായി ഒരു സാധനത്തിന് മാത്രം, ഒരു സാധനം മാത്രം ആചാരം. അതങ്ങനത്തെ ഉള്ള അതിൻ്റെ മുകളിൽ ചിന്തയും പഠനമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ വ്യാവഹാരിക കാര്യങ്ങളിലൊക്കെ നമ്മുടെ ബുദ്ധിയും കാര്യം വീരൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ വന്നാലോ, ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ അതങ്ങോട്ട് മാറ്റി വെക്കും. ഇപ്പം എൻ്റെ വാപ്പ താമസിച്ച വീട്ടിലെ ഞാൻ താമസിക്കുമോ, കാരണന്മാർ താമസിച്ച വീട്ടിലേ താമസിക്കുള്ളൂ, അവർ ഉപയോഗിച്ച വാഹനം ഞാൻ ഉപയോഗിക്കുള്ളൂ, അവർ തിന്ന ഭക്ഷണം ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു പിടിവാശി ഇവിടെ ആർക്കുമില്ല. എന്നാൽ ദീനിൻ്റെ കാര്യം വരുമ്പോഴോ നമ്മുടെ കാരണന്മാർ എന്താണോ ചെയ്തത് അതേ ഞാൻ ചെയ്യുള്ളൂ. അതാ സംഭവം. കണ്ട, ഒരു ഭാഗത്തെ നമ്മൾ അങ്ങ് ഡെഡാക്കി ഒരു ഭാഗത്തെ നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ നമുക്ക് വാപ്പിയും കാർന്നൊരൊന്നുമില്ല. ഇതാ ഈ സംഭവം. അപ്പോൾ നമ്മളൊന്ന് ഒന്നിനെ വെറും ആചാരബദ്ധമാക്കുക. ഇത് ഇങ്ങനെ ആയാൽ ഇസ്ലാം ഉണ്ടാവില്ല എന്നായി പറയണത്. ഇങ്ങനെ ആയാൽ ഇസ്ലാം ഉണ്ടാവില്ല. ഈ രണ്ട് കാര്യത്തെയും നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ തുഹ്സിറുൽ മീസാനിയത്ത് നഷ്ടപ്പെടും എന്നാണ്. വല്ലർദ വലഅഹാലില്ലനാം എന്നൊക്കെ പറയുന്ന ഈ മീസാനിയത്തുണ്ട്. മനുഷ്യന് ഒരു സന്തുലിതാവസ്ഥ ഉണ്ട്. അതാണ് ഈ മാനസിക രോഗങ്ങളൊക്കെ മനുഷ്യന് കൂടുന്നത്. ഈ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക. ഈ സന്തുലിതാവസ്ഥ നമ്മൾ ഇനി നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളുടെ നിലപാടിലും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞ വയനാടും ഉണ്ടാവും. ഇതൊക്കെ വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. നമ്മൾ ഈ സംഭവങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഈ കാര്യങ്ങൾ അതെന്താണോ നമ്മളോട് പറഞ്ഞത് അത് അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ കൃത്യമായ നമ്മളുടെ മീസാനിയത്ത് എല്ലാ നിലക്കും നഷ്ടപ്പെടും. അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ നിയമത്ത്. അതാണ് നിയമത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു എന്തൊക്കെ നിയമത്ത് ഈ മനുഷ്യ സൃഷ്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് പൂർത്തിയാവണമെങ്കിൽ ഈ രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യണമെന്നാണ്. അതാണ് ദിക്ർ. കണ്ട, അതാണ് ദിക്ർ. നമ്മൾ ദിക്ർ എന്ന് പറയുമ്പോൾ കൂട്ടായി ഇരുന്നിട്ട് അൽക്കയിൽ ഈ അലവറി വിളിക്കലൊന്നല്ല. ഇതാണ് ദിക്ർ. ഈ രണ്ടിനെയും അള്ളാഹു നിർദ്ദേശിച്ച റസൂൽ കാണിച്ചു തന്ന ആ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതാണ് നമ്മൾ ദിക്ർ എന്ന് പറയാം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെല്ലലും ഉണ്ടാവും, അതുണ്ടാവും, അത് വേറെ കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല, അത് മാത്രമായി അത് ദിക്റാവില്ല. ആ ദിക്റാണ് വദ്കുറു നിഅമത്തല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ നിഅമത്ത്, അതായത് നിങ്ങളുടെ സൃഷ്ടിക്കനുസരിച്ചുള്ള നിങ്ങൾക്കുള്ള ഈ മാർഗദർശനം ഈ ഹിദായത്ത് എന്ന് പറയുന്ന ആ നിഅമത്ത് അലൈക്കും മീസാക്കഹുല്ലദീ വാസഖകും ബിഹി, അത് അങ്ങനെ തന്നെ പാലിച്ചു കൊള്ളാം എന്നുള്ള നമ്മളുടെ അള്ളാഹുമായിട്ടുള്ള കരാറുണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ സാധനമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. ഈ അള്ളാഹുവിനെ ആരാണോ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും, റുബൂബിയത്ത് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയാം ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അത് വായു, വെള്ളം, ജീവൻ, സൃഷ്ടി, സംവിധാനങ്ങളും ഒക്കെ. അതിലൊന്നും വേറെ ആർക്കും പങ്കില്ല എന്നുള്ളത് അംഗീകരിക്കാൻ ആർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ഫറോവക്ക് പോലും അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണോടത്തെ മൂപ്പരാ റബ്ബ് ഉദ്ദേശിക്കണുള്ളൂ.
അല്ലാതെ അതൊന്നും മൂപ്പരുടെ എന്നുള്ള മൂപ്പർക്ക് പോലും വാദമില്ല. പക്ഷേ ഈ റുബൂബിയത്തിൽ മാത്രം അംഗീകരിച്ചാൽ പോരാ, ഉലൂഹിയത്തിലും വേണം. അതായത് ഒന്ന് ഇങ്ങണ്ടാണെങ്കിൽ ഒന്ന് അതേപോലെ അങ്ങണ്ട, ഉലൂഹിയത്ത് അങ്ങോട്ടാണ്. ഈ റുബൂബിയത്തിനെ അംഗീകരിച്ച് പിന്നെ ആർക്കാണോ ഈ എവിടുന്നാണോ റുബൂബിയത്ത് അവിടേക്ക് തന്നെയാണ് ഉലൂഹിയത്തും പോണ്ടത്. അതാണ് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള എടുത്തിട്ടുള്ള കരാറ്. ഒന്ന്. രണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തുമായി എടുത്തിട്ടുള്ള ബൈഅത്തുകളുണ്ട്, അതും അതിൽ പെട്ടുന്ന കരാറുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ചു കൊള്ളാമെന്ന് പറയുന്ന ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതാണ് ഇനി ആദ്യത്തേത് പറയുന്നത്. എന്താണ് അത്? ഇത് ഖുൽതും സമിഅന വ അതഅന. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ സംഭവം. അതാ ഇത് ഖുൽതും സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതിനങ്ങ് കീഴ്പ്പെട്ടു. ആ കരാറനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ നിഅമത്ത് ഇനി വരാൻ പോവുക. ഈ കരാറ് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തോട്ട് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് വത്തഖുല്ലാഹ്, അവിടെ തഖ്വ വേണ്ട. ഇത് നിങ്ങൾ കൃത്യമായി ഈ ദിക്ർ അതേപോലെ ഉണ്ടാകുമ്പോഴാണ് തഖ്വ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ അതുപോലെ തഖ്വയുള്ളവരായിരിക്കണം. കാരണം ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, ഈ സുദൂറിൻ്റെ ദാത്തുകൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സംഭവിക്കണം. കാരണം നിരവധി തെരീക്കത്ത് മുഹമ്മദ് അല്ലാത്ത തെരീക്കത്ത് മുഹമ്മദ് അത് പോരാ, തെരീക്കത്ത് മുഹമ്മദ് പോരാ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന തെരീക്കത്തുകൾ, അതുമാതിരി സൂഫി ധാരകൾ, ഈ സാധനങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാന ചോദന എന്താണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാവുന്നതാണ്. അള്ളാഹുവിന് നന്നായി അറിയാം. ഓരോ കാര്യങ്ങൾ ദീനൊന്നും തള്ളിക്കളഞ്ഞിട്ടല്ലല്ലോ ഇവരീ കൊണ്ടുവരണേ. ദീന് അത്ര അങ്ങ് പോരാ, ഒന്നും കൂടി കൂട്ടണം, ഒന്നും കൂടി ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിൻ്റേതല്ലാത്ത രീതികളെ കൊണ്ട് കയറ്റിക്കൂട്ടി പുതിയ പുതിയ ആരാധനകളും ഇബാദത്തുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇതിനങ്ങ് പൊലിപ്പിച്ച് നിർത്തുമ്പോൾ അവരുടെ ഉള്ളിലുള്ളത് ദീനല്ല, അത് ശൈത്താനാണെന്ന് അത് ശരിക്ക് അള്ളാഹുവിന് നന്നായി അറിയാവുന്നതാണ്. അതാണ് ദാത്തി സുദൂർ എന്ന് പറയുന്നത്. ഓരോ പ്രവർത്തനങ്ങൾക്കും ആ പ്രവൃത്തി എങ്ങനെയാണ്, എന്തിനാണ് ഉണ്ടാവുക എന്ന് പറയുന്ന അതിൻ്റെ പിന്നീടൊരു തത്വം ഉണ്ടാവും. ആ തത്വത്തിനെ അവിടെ മറച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പ്രവൃത്തി മുന്നിലേക്ക് നമ്മളെ കൊണ്ടുവരാം. അപ്പം നമുക്ക് തോന്നും നല്ലതല്ലേ എന്ന് തോന്നും. കാരണം ഈ പറയുന്ന സാധനത്തിന് ഒന്നും നിഷേധിക്കാതെ മെല്ലെ ഒന്ന് വളക്കുക ചെയ്യുക. അതാണ് ഇവജ് എന്ന് പറയുന്നത്, വക്രാക്കുക. ഒടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് അതാണെന്ന്. പക്ഷെ വളക്കുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു വടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ കമ്പി നമ്മളിങ്ങനെ നാട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ ഒരിക്കലും നേരാവില്ല, അത് വളഞ്ഞിട്ടാണ്. പക്ഷേ ഈ വളവ് നമ്മളോട്ട് അറിയില്ല. അതാണ് വക്രാക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയാതെ അങ്ങോട്ട് വക്രാക്കലാണ്. അതിന് പറയുക നല്ലതല്ലേ. അതുകൊണ്ടാണ് കുല്ലു ബിദ്അത്തിൻ വലാല കുല്ലു വലാലത്തിൻ ഫിന്നാർ എന്ന് റസൂൽ ഇങ്ങനെ എല്ലാ ഖുതുബയിലും അടിക്കടിങ്ങനെ കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് പറഞ്ഞിരുന്നവർ. കണ്ണൊക്കെ ചോപ്പിച്ച് അത്രയും ഗൗരവത്തോടു കൂടി റസൂൽ അത് പറഞ്ഞിരുന്നു. കാരണം ഇത് മനുഷ്യന്മാർ ഈ മുസ്ലിമീങ്ങൾ തിരിച്ചറിയാൻ വലിയ പാടാണ്. മുസ്ലിമീങ്ങൾ ഇത് അങ്ങനെ തിരിച്ചറിയില്ല. കാരണം രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി ഈ വളവ് അറിയില്ല. അതങ്ങനെ തന്നെയെന്ന് നമ്മളങ്ങ് വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ വക്രതയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പെടുന്നത്. അത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അള്ള പറയണത് എന്താണെന്ന് ചെയ്യാത്തതുണ്ടാ. അള്ള പറയുന്നത് എന്താണെന്ന് അറിയില്ല, റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ ദീന് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ കുപ്പായിട്ട് ഒരാളുടെ പോലെ ആ കുപ്പായം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്, പുറത്തേക്കുള്ള കുപ്പായം. എന്താ സംഭവം എന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അതാണ് ഈ വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറയുന്നത്. സത്യത്തിന് അസത്യത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിർത്തുക. അപ്പോൾ നമ്മുടെ ദീന് എന്ന് പറയുന്നത് ഇന്ന് മാലയാണ്, മൗലൂദാണ്, റാത്തീബാണ്, അങ്ങനെ കുറേ സാധനങ്ങളാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മുന്നിൽ നിർത്തിയിട്ട് യഥാർത്ഥ ദീൻ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മിൽ നിന്ന് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു. അതാണ് നമ്മളുടെ സംഭവം. പക്ഷേ അതിൻ്റെ ഒക്കെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം.
അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ഈ മുന്നിൽ നിർത്തിയ ഈ വിശ്വാസികളോട് പറയാ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ ക്രിസ്തിന് സാക്ഷികളായി, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള നിൽപ്പായിരിക്കണം. ഇവിടെ ക്രിസ്ത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ രണ്ട് സംഭവങ്ങളുണ്ട് നീതിയിൽ. ഒന്ന് നിലപാടിലെ ക്രിസ്താണ്. നിലപാടിലെ ക്രിസ്ത് അത് നമ്മൾ പ്രവൃത്തിയിലെ ക്രിസ്ത് പോലെയല്ല. പ്രവൃത്തിയിലെ ക്രിസ്തിലേക്ക് നയിക്കുന്നത്, നീതിയിലേക്ക് നയിക്കുന്നത് അത് ആദ്യം ഈ നിലപാടിലെ ക്രിസ്താണ്. നിലപാടിലെ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആഴത്തിലേക്ക് പോവേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് സർവ്വ ജീവജാലങ്ങളോടുമുള്ള ക്രിസ്താണ്, നീതിയാണ്. അത് ഏതെങ്കിലും മനുഷ്യന്മാരുടെ മാത്രമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളല്ല. അങ്ങനെ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് മനുഷ്യരടക്കം സർവ്വ സൃഷ്ടികൾക്കും നീതി ലഭിക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ്. ഭൂമി അടക്കം സർവ്വചരാചരങ്ങൾക്കും അതതിൻ്റെ നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇത് കുറച്ച് പാടുള്ള പണിയാണ്. കാരണം ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, വൽ അർള വറളഅഹ ലിൽ അനാം, ഭൂമി അതിൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും വേണ്ടിയിട്ട് അള്ള വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഓരോന്ന് എടുത്തു പറയാം, ഫീഹാ ഫാക്കിഹത്തും വന്നഹലു ദാത്തുൽ അക്മാം വൽ ഹബ്ബുൽ അസ്ഫി വറൈഹാൻ. കണ്ട, അതായത് ഭൂമിയിലെ ഒരു ജരാചരങ്ങൾക്കും ഒരു സൃഷ്ടിക്കും നീതി ലഭിക്കാതെ പോവരുത്. അതിൻ്റെ മേൽനോട്ടക്കാരാരാ? ഖലീഫ നമ്മളാ. ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ഖലീഫ നമ്മളാ. നമ്മളോടാണ് ചോദിക്കുക. ഈ അള്ളാഹുവിൻ്റെയും ഈ റസൂലിൻ്റെയും ഈ സഹാബത്തിനെയും അള്ളാഹു ഈ ലോകത്തിലേക്ക് അങ്ങോട്ട് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ പരിപാടിക്കാണെന്നാണ്. ഈ പരിപാടിക്കാണ്. അതായത് നിങ്ങൾ ഇതിൻ്റെ കാവലാളായി നിൽക്കണം. നിങ്ങളോട് അള്ള ചോദിക്കും. കാരണം ആരെ ഏൽപ്പിച്ചിക്കണ്? അതിൻ്റെ മുമ്പുള്ളവരൊക്കെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചപ്പോൾ പുതുതായി ഏൽപ്പിച്ച ആളുകളാണ് നിങ്ങളത് ഏറ്റെടുത്തവരാണ്. സെമിയായന വാത്തായന എന്ന് അള്ളാഹുവിന് വാഗ്ദാനം കൊടുത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളാ ബോധമുള്ളവരായി സർവ്വചരാചരങ്ങൾക്കും അതിൻ്റെ നീതി വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ്. അപ്പോൾ ഈ വയനാട് സംഭവത്തിലൊക്കെ നമുക്കും പങ്കുണ്ട് എന്നർത്ഥം. നമുക്ക് പങ്കുണ്ട്. നമ്മളോടല്ല ചോദിക്കും നിങ്ങളെന്തേ ചെയ്തത് എന്ന്. കാരണം ഭൂമിക്ക് അവിടെ നീതി മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇതൊക്കെ വളരെ ആഴത്തിലേക്ക് പോകുന്ന വർത്തമാനങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ സാഹചര്യം, ഈ പുതുതായി അള്ളാഹു ലോകത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന ഈ സമൂഹത്തിൻ്റെ സ്വഭാവങ്ങൾ ഇന്നതായിരിക്കണം എന്ന് കൃത്യമായി അള്ളാഹു നമുക്ക് പറഞ്ഞത്. അതുവഴി നമുക്കും ലോകാവസാനം വരെയുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇത് ബാധകമായി പറയുന്നതൊക്കെ. അങ്ങനെ നമ്മളിലൊരു സമൂഹം ഉണ്ടാവണം. നമ്മളിതൊരു സംഭവം ഉണ്ടാകുമ്പോൾ കുറേ ചാടിക്കറിഞ്ഞ് പോയിട്ട് കുറച്ച് ചാരിറ്റി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ ബാധ്യത അവസാനിക്കില്ല. അത് ഉണ്ടാവുന്നതിൻ്റെ മുമ്പേ അത് തടയുകയാണ് അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യം. അതാണ് ഇവിടെ ക്രിസ്തു എന്ന് അള്ളാഹു ഉപയോഗിക്കുന്നത്. ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ നീതി എന്ന് പറയുമ്പോൾ രണ്ടും നീതി തന്നെ. ക്രിസ്തും അതിലൊക്കെ നീതി തന്നെ. പക്ഷേ നീതി എന്ന് പറയുന്നത് ഇത് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഈ വാക്ക്. വലാ യജ്രിമന്നക്കും, ഇനി അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രായോഗിക കാര്യങ്ങൾ പറയാം. വലാ യജ്രിമന്നക്കും, നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കണം ശനആനു ഖൗമിൻ്റെ കുറ്റം. അതായത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പരിസരത്തിലുള്ള ഈ സമൂഹങ്ങൾ നിങ്ങളോട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം മക്കാരോട് തന്നെ നിങ്ങളുടെ ഭൂമിയിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ നിങ്ങളെ പുറത്താക്കിയിട്ടില്ലേ? നിങ്ങളെ വല്ലാതെ ആക്രമിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരെയും കൊന്നിട്ടുണ്ട്. പല ഗോത്രങ്ങളും ചുറ്റുപാടുള്ള ഗോത്രങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ എന്താ ചോദിച്ചാൽ, ഈ ഹുദൈബിയ സന്ധിയോടുകൂടി ഇവർ വേറൊരു തലത്തിലേക്ക് ഉയർന്ന സമൂഹമാണ്. ഇനി ഈ പറയുന്ന പരിസരങ്ങളൊക്കെ ഭരിക്കാൻ പോകുന്ന സമൂഹമാണ്. അപ്പോൾ ആ സമൂഹം ഇനി അന്ന് അവരത് ചെയ്തില്ലേ എന്നുള്ള ആ പക വെച്ചിട്ടല്ല ഇനി ഇവരെ കാണേണ്ടത്. അങ്ങനെ കാണാൻ പറ്റില്ല. അവർക്ക് നീതി വേണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടിയ ഈ ഹിദായത്ത്, അതായത് നിങ്ങൾക്ക് സൗകര്യം വിജയമൊക്കെ കിട്ടാവുമ്പോൾ നിങ്ങളെ പണ്ടുള്ളവർ നിങ്ങളെ ആക്രമിച്ചവരനെ ഞങ്ങൾ പിന്നെ കണ്ടോളാം എന്നുള്ള മനോഭാവമല്ല വേണ്ടത്. അതിനല്ല നിങ്ങളാക്കിയേക്കണെന്ന്. അതിനല്ല
നിങ്ങളെ അള്ളാഹു മുൻനിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഈ ഹിദായത്തും ഈ നിഅമത്തും അവർക്ക് ലഭ്യമാവണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ അവരോട് പ്രതികാരം ചെയ്യലൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തിൽ പെട്ടതല്ലാന്ന്. ഇതൊക്കെ അതാണ് പറയുന്നത് ലില്ലാഹി ശുഹദാ, അള്ളാഹുവിന് വേണ്ടി സാക്ഷിയാവണമെന്ന്, നിങ്ങൾക്ക് വേണ്ടിയല്ല. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ശുഹദാ ആവണം എന്ന് പറയുന്നത്. അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങൾ അവർക്ക് അങ്ങനെയാണ് സാക്ഷിയാവേണ്ടത്, അല്ലാതെ നിങ്ങളുടെ വികാരം ഇതൊന്നും വെച്ചിട്ടല്ലാന്ന്. അതാണ് അല്ലാ തഅദിലു, അവരോട് നിങ്ങൾ അതിലല്ലാതെ ചെയ്താൽ എന്താന്ന് ചോദിച്ചാൽ അവരുടെ ഈ ഹിദായത്ത് തടയപ്പെടും. അവരുടെ ഹിദായത്ത് തടയപ്പെടും. കാരണം നിങ്ങൾ അക്രമ രൂപത്തിൽ അവരോട് പെരുമാറുമ്പോൾ അവർ അതേ സമീപനമാണ് ഇങ്ങോട്ടുണ്ടാകുക. അവിടെ ഹിദായത്ത് എന്ന് പറയുന്ന വർത്താനം പിന്നെ ഉണ്ടാവില്ല. ഹിദായത്ത് ഉണ്ടാവണമെങ്കിൽ അവർക്ക് കൃത്യമായും നിങ്ങളെക്കുറിച്ച് വിശ്വാസം വരണം. നിങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാവണം, നിങ്ങളുടെ ഉദ്ദേശം ഇന്നതാണെന്ന് മനസ്സിലാവണം, നിങ്ങളുടെ സദറിൽ എന്താണുള്ളത് എന്നറിയണം. അങ്ങനെ ഈ നമ്മളുടെ നമ്മളുടെ മനസ്സ് ശരിക്കും നമ്മളുടെ അമല് കൊണ്ട് വെളിപ്പെടണം. നമ്മുടെ അമല് കൊണ്ട് വെളിപ്പെടണം. നമ്മൾ മാത്രമാണ് എന്നുള്ളതല്ലേ, എല്ലാവർക്കും നമുക്ക് എന്താണോ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചത് അത് എല്ലാവർക്കും ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് എല്ലാവരും യാ കൗമി എന്ന് പ്രവാചകന്മാർ വിളിക്കണത്. അത് നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, അത് അവർക്ക് തടസ്സപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാവരുത്. അതാണ് അതിൽ എന്ന് പറയുന്നത്. അത് പ്രവർത്തനത്തിലെ അതിലാണ്. നമുക്ക് നിലപാടുണ്ടായാൽ മാത്രം പോരാ. നിലപാടെടുക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ആ നിലപാട് പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രശ്നം. അതാണ്. നിലപാടെടുക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രവൃത്തിയിലൂടെ തെളിയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. കാരണം പണ്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയവനും എന്നെ ചവിട്ടിയവനും എന്നെ കൊല്ലാൻ പിടിച്ചവനൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ആ വികാരങ്ങളൊക്കെ ഞങ്ങളോട് മാറ്റി വെച്ചിട്ട് ഈ വികാരത്തിലേക്ക് ഇങ്ങോട്ട് പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ എളുപ്പമൊന്നല്ല. അത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതാണ് അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറയുന്നത്, ഇവരോടും ചെയ്യാൻ പറയുന്നത്. ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ ഈ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ അതില് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് തഖ്വയോട് നിങ്ങൾ ഏറ്റവും അടുത്ത് വരിക. അതല്ലെങ്കിൽ തഖ്വയിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പിന്നവരെ കൊമ്പിക്കൊള്ളും. പ്രവൃത്തിയിൽ നിങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തഖ്വയിൽ നിന്ന് നിങ്ങൾ പിന്നോക്കം പോകും. താടി, തലക്കെട്ട്, നിസ്കാരത്തായ്മ അതൊന്നും ഇതിൻ്റെ ബാധകമല്ല. നിങ്ങളുടെ അമലുകളിലൂടെയാണ് നിങ്ങളുടെ തഖ്വ വളരുക. അതല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റിലേക്കാണ് സഞ്ചരിക്കുക. അങ്ങനെ നിങ്ങൾ വത്തഖുള്ള, അങ്ങനെ നിങ്ങൾ തഖ്വയുള്ളവരാവണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവൃത്തി അള്ളാഹു അതിസൂക്ഷ്മമാണ്. ധരിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കണം പ്രവൃത്തിയിലേക്കൊന്നും അള്ളാഹ് അത്ര നോക്കില്ല, മനസ്സിലേക്ക് മാത്രമേ നോക്കുള്ളൂ. അങ്ങനെയൊന്നല്ല. അള്ളാഹു നിങ്ങളുടെ പ്രവൃത്തി അതിസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അത് എന്ത് ഫലങ്ങളാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അള്ളാഹു നല്ല നിരീക്ഷിക്കുന്നു. അതനുസരിച്ച് നമുക്ക് മാത്രം തൃപ്തി ഉണ്ടായ പോലെ നമ്മുടെ പ്രവർത്തനത്തിൽ ബാക്കിയുള്ളവർക്കും കൂടി ഉണ്ടാവണം. അവരുടെ ഹിദായത്തിനെ തടയുന്ന ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ചിന്ത പോലും നമ്മളിൽ നിന്നും ഉണ്ടായും പാടില്ലാന്ന്. അങ്ങനെയുണ്ട്. ഇപ്പോൾ CITU എന്ന് പറയുമ്പോൾ CITUവിൻ്റെ ഒരു മുഖം ഉണ്ടാവും, അത് പുറത്തേക്ക് കാണിക്കണേ ഇല്ലേ? അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ പാർട്ടീനെ വിലയിരുത്തുക. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, ഞാനൊരു ദിവസം ഇവിടുന്ന് ചെറുപ്പത്തിൽ വരുമ്പോൾ സൈക്കിൾ ചെയിനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ CITUക്കാരെ ആരോ ആക്രമിക്കാൻ നിൽക്കണേ. അതിപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നത് പോവില്ല. നമ്മളുടെ ചിന്ത പിന്നെ ഈ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞതാണെന്നാ. അത് നമ്മളും ആലോചിക്കണം. നമ്മളൊരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മളുടെ ആ സംഭവം, നിലപാട്, ആ സംഭവം, നമ്മുടെ പ്രവൃത്തി അതെന്താണ്, അത് വെച്ചിട്ടാണ് നമ്മൾ അവർ ഇസ്ലാമിനെ കാണുക. അല്ലാതെ അവർ ഓരോ ദിവസം നമ്മളെ പോലെ അങ്ങനെ ഖുർആൻ ഓത് വായിക്കുകയൊന്നും ചെയ്യണില്ല. അതൊക്കെ പിന്നീട് വന്നാൽ ചിലപ്പോൾ ചെയ്യുന്നല്ലാതെ ഈ നമ്മളുടെ ഈ പ്രവൃത്തിയുടെ മുഖമാണ് അവരിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ ഒരു ചീത്ത പ്രവൃത്തി നമ്മൾ ഇസ്ലാമിനെ നിന്ദിക്കുകയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് സൂക്ഷിച്ചു വെക്കണം. കാരണം അതൊക്കെ കൃത്യമായിട്ട് കണക്കാക്കുന്നുണ്ട്.
അള്ള കൃത്യമായി കണക്കെടുക്കുന്നുണ്ട്. ആ ബോധം നമ്മളിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വേണം. അത് കുടുംബത്തോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും രാജ്യത്തോടാണെങ്കിലും ലോകത്തോടാണെങ്കിലും ഒക്കെ ഈ സംഭവം ഇങ്ങനെ കൃത്യമായിട്ട് അള്ളാഹു നിരീക്ഷിച്ചു രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എപ്പോഴും വേണം. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരാളോട് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തണം. ബാക്കിയുള്ളവരെന്ത് എന്നുള്ളതല്ല, അള്ളാഹ് കാണുന്നുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമ്മൾ തഖ്വയുള്ളവരാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തഖ്വയുള്ളവരാവില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ ചാരിറ്റി ചെയ്യുന്നു, കുറേ ദുരിതാശ്വാസം ചെയ്യുന്നു. ആർക്ക് വേണ്ടി? എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചത് അള്ളാഹ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എൻ്റെ പാർട്ടി വളർത്താൻ വേണ്ടി, ഞങ്ങൾ നല്ലവരാണെന്ന് വിചാരിക്കാൻ വേണ്ടി, ഇതൊക്കെയാണോ നമ്മളുടെ ഉദ്ദേശമെങ്കിൽ അതൊന്നും അള്ളാഹുടെ കണക്കിൽ എത്താൻ പോകുന്നില്ല. അള്ളാഹുടെ കണക്കിലെത്തണമെങ്കിൽ ശുഹദാ അലില്ല എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തണം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ പണി വെറുതായി എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് പത്രത്തിൽ ന്യൂസ് കട്ടിങ്ങിലൊക്കെ അത് വരും, അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. പക്ഷേ അതൊന്നും നമ്മളുടെ അക്കൗണ്ടിൽ അള്ളാഹുടെ കണക്കിൽ കയറാൻ പോകുന്നില്ല. അതൊക്കെ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളത് ചെയ്തിരിക്കേണ്ടതാണ്. ഇതൊക്കെ വലിയ വലിയ സംഗതികളാണ്. ഇതൊക്കെ ആകെ പണിയെടുത്തിട്ട് വെറുതെ പോകുന്നത്. അള്ളാഹുടെ അടുത്ത് ഇതൊക്കെ ഇങ്ങനെ ചാരം ഊതി പോകുന്നത് പോലെ പോകുമെന്ന് പറയുന്ന അമലുകളാണ്. അതിൻ്റെ കൃത്യമായ പോയിന്റിലല്ല ആ സംഭവങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ആയത്തിൻ്റെ പരിധിയിൽ വെച്ചിട്ടാണ് നമ്മളതൊക്കെ കാണുക. വഅദല്ലാഹുല്ലദീന ആമനു, ഇങ്ങനെ ഇത്തരം പ്രവർത്തികൾ ചെയ്തുക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഈ പേരിൽ കാനേശുമാരി മുസ്ലിമിനല്ലാന്ന്, ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ട്, ഞങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളുകൾക്കല്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് ഇത്രയും സൂക്ഷ്മമായ തലത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിശ്വാസികൾക്കാണ്, അതല്ലാത്തവർക്കല്ല. അപ്പോൾ അമിലു സാലിഹാത്തി, അതിനനുസരിച്ച് സാലിഹാത്ത് ചെയ്യുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും തെറ്റ് പറ്റാത്തവരാണെന്നല്ല. അതങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മളൊരിക്കലും മനസ്സിലാക്കണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറ്റാത്തവരാണെന്നോ അവർ ഭയങ്കര നമ്മൾ ഈ പുണ്യവാളന്മാർ എന്നൊക്കെ പറയുന്ന സാധനമാണെന്നോ അങ്ങനെയൊന്നും കരുതണ്ട. അങ്ങനെയൊന്നുമല്ല. കാരണം ആദ്യ മനുഷ്യൻ തന്നെ ഖത സംഭവിച്ചവനാണ്. അൽ ഇൻസാനു ഖത്താ അൽ ഖത്താഈന തവ്വാബ്, അവരാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതിന് കൊടുക്കുന്ന സംഭവം. നമുക്ക് തെറ്റ് പറ്റുക എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താ ചോദിച്ചാൽ ഇത് ഇത്രയും ഒരു പ്രശ്നമായ സംഭവത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ പ്രതിഫലമൊക്കെ ഇതിന് പറഞ്ഞിട്ടുള്ളത്. കാരണം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി കൊണ്ടും ഒക്കെ പറ്റിയ ഒരു ഏർപ്പാടാണ്. അതിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഒരു വക്രമില്ലാത്തൊരു ബുദ്ധിയും അതിനെ വിശകലനം ചെയ്യാനുള്ളൊരു ശേഷിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് കറക്റ്റാക്കാം. പക്ഷേ ആ വിശ്വാസം നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളെ കൊന്നവരെ, നിങ്ങളുടെ പിതാക്കളെ കൊന്നവരൊക്കെ പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പ്രതികാരമൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് കാളിമീനൽ ഗൈള എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തുളുമ്പാതെ, വികാരം തുളുമ്പാതെ നിങ്ങൾക്ക് ഇതേപോലെ പെരുമാറണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏർപ്പാട് തന്നെയാണ്. ആ ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു സ്വർഗവും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ടാണ് ആദ്യം മഗ്ഫിറത്ത് പറയുന്നത്. കാരണം ഈ മഗ്ഫിറത്ത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. യാതൊരു സംശയമില്ലാതെ വാഗ്ദാനം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ തെറ്റുപറ്റും തന്നെയാണ്. ഇഷ്ടം പോലെ തെറ്റുപറ്റും. അള്ളാഹു ദൂതനായ അയച്ച റസൂലിന് പോലും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുക അത് മനുഷ്യന്മാരുടെ ഒരു സംഭവമാണ്. അതിൽ നിന്ന് ആരും ഒഴിവല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ വാതിൽ ഇങ്ങനെ തുറന്നിട്ടേക്കുക. മഗ്ഫിറത്തിൻ്റെ ആ വാതിൽ ഏത് തെറ്റ് ചെയ്യുന്നവനും കൊടുക്കുന്നവനും പ്രതീക്ഷയാണ്. കാരണം അയാൾ അത് തിരിച്ച് അള്ളാഹുവിൻ്റെ ആ നിലപാടിലേക്ക് അയാൾ എത്തുന്നതോടുകൂടെ അയാൾ പുതിയ ഒരു സൃഷ്ടിയായി മാറുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് അത് വിട്ടുകളയാണ്. അള്ളാഹു അഫൂവാകുകയാണ് അവിടെ പിന്നെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് ഈ മനുഷ്യനോടുള്ള നിലപാട്. അതേ നിലപാട് നമുക്കും ഉണ്ടാകണമെന്നാണ്. അതേ നിലപാട് ഒരു മനുഷ്യൻ അയാൾ നിലപാട് മാറ്റുന്നതോടെ അയാൾ പിന്നെ മുമ്പ് എന്താ ചെയ്തു എന്നുള്ള വിഷയത്തിലേക്ക് നമ്മളാരും പോവരുത്. അതേ നിലപാട് അള്ളാഹുവിൻ്റെ ആ നിലപാട് എടുത്തണിയാൻ നമുക്കും കഴിയണം. അള്ളാഹ് അഫൂവും ഗഫൂറും ആണെങ്കിൽ നമ്മളും
അതുപോലെ ആവാൻ ശ്രമിക്കണം. നമ്മൾ ഈ പ്രതികാരമൊക്കെ മനസ്സിലിട്ടിട്ട് പണ്ട് കാലത്ത് 15 കൊല്ലം മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മളങ്ങോട്ട് ഇടുമ്പോഴാണ്, ഇതൊക്കെ നമ്മളങ്ങോട്ട് മാറ്റുമ്പോഴാണ് നമ്മളുടെ മനസ്സ് ശുദ്ധമാവുന്നതാണ് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതുപോലെ ചെയ്താൽ നമുക്ക് മനസ്സുകൾ ശാന്തമാവും. അല്ലെങ്കിൽ ശാന്തമാവില്ല. നമുക്കാർക്കെങ്കിലും യശസ്കരിക്കാൻ ഞാൻ മനസ്സ് ശാന്തമാവുമോ? ആവില്ല. കാരണം അത്രയെങ്കിലും നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായതുകൊണ്ടാണ് നമുക്ക് ശാന്തമാവാത്തത്. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമുക്ക് വിശ്വാസം കൃത്യമായാൽ അത് ചെയ്യാതെ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്താക്കാൻ പറ്റില്ല. അതാണ്. നേരെ മറിച്ച് അതിനെക്കുറിച്ച് ബോധം ചാത്താൻ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പൊക്കെ ഉണ്ടാവും, കുറേ കഴിഞ്ഞാൽ കാണാൻ ലോട്ടറി ടിക്കറ്റ് കൊടുക്കുന്നത് നടത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? പലപ്പോഴും ഉണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ലോട്ടറി ടിക്കറ്റ് മേടിക്കുന്നവരുണ്ടാവും. ഇതേ പരിപാടി ചെയ്യുന്നവർ ജുമാക്കൊക്കെ പറഞ്ഞ് പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ളവർ പലിശക്ക് കൊടുക്കുന്നുണ്ട്. എന്താ ചോദിച്ചാൽ ദിക്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൽബ് സുഖമായിട്ട് പോകുന്നുണ്ട്. അവർക്ക് ഒരു അസമാധാനം എന്ന് പറയുന്ന സാധനം ചെയ്യാം. കാരണം അവർക്ക് ഇതൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ചൊരു ബോധവുമില്ല. അപ്പോൾ അവരങ്ങനെ പോകും, മൃഗങ്ങൾ പോകുന്നത് പോലെ. നേരെ മറിച്ച് ഇതിന് ബോധമുള്ള ആളുകൾ ഈ ബോധമുള്ളിലേക്ക് കയറ്റിയാൽ പിന്നെ അതുണ്ടെങ്കിലേ അയാൾക്ക് സമാധാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അജ്റുൻ അളീം, അതാണ്ട അതിമഹത്തായ പ്രതിഫലങ്ങളും അള്ളാഹു അവർക്ക് അവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ഇനി സൂറത്തുൽ ഫത്ഹയിൽ 29-9 ആയത്തും കൂടി നമ്മളൊന്ന് നോക്കാം. 29 ആയത്ത് സൂറത്തുൽ ഫത്ഹിൻ്റെ ലാസ്റ്റ്. അതുകൂടി ഇതിനോട്, ഈ ആയത്തിനോട് കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൃത്യമായൊരു ചിത്രം കിട്ടും. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ആ മുഹമ്മദുർ റസൂലുള്ളാഹിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും സ്വഭാവം പറയാം. അഷിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് അവർ കഠിനക്കാരാണ്. എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളല്ലാത്ത ഹിന്ദുക്കളോട്, ക്രിസ്ത്യാനികളോട് എന്നല്ല. കുഫാർ ആരാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കുഫാർ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിനെ തകർക്കാൻ നിൽക്കുന്നവരാണ്. ഇസ്ലാമിൻ്റെ തകർക്കാൻ നിൽക്കുന്നവരാണ്, അല്ലാതെ അന്യമതക്കാർ എന്നല്ല കുഫാറിൻ്റെ അർത്ഥം. അവർ റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ, അതായത് മനുഷ്യർക്കിടയിൽ അവർ റുഹമാ, അല്ലാതെ മുസ്ലിമീങ്ങൾക്കിടയിൽ എന്നല്ല. നമ്മളിതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. മനുഷ്യർക്കിടയിൽ അവർ റുഹമാ ആണ്. നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് റുഹമാ ആണ്. അപ്പം നമുക്കിപ്പോൾ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു അമുസ്ലിം മരിച്ചാൽ നമുക്ക് അല്ലാഹുമ്മ ഗഫിർലി എന്നൊന്നും പറയാൻ പറ്റുമോ? കാരണം അയാൾക്കത് ആവശ്യമില്ല, അയാളത് അംഗീകരിക്കണമില്ല. പക്ഷേ അയാൾക്ക് നമ്മൾ അനുശോചനം കൊടുക്കുന്നതോ, നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവട്ടെ, നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നന്നാവട്ടെ, ഇതൊക്കെ ഇബാദത്താണ്. അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ ചെയ്യാൻ, ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കുക. അത് റുഹമാഉ ബൈനഹുവാണ്. അല്ലാതെ മുസ്ലിമീങ്ങളോട് മാത്രം മറ്റുള്ളവരിനൊക്കെ കാണുമ്പോൾ ഭയങ്കര പഹന്മാരൊന്നുമല്ല നമ്മളതിന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇത് കുഫാറാണ്, നിലപാടാണ് വിഷയം. തറാഹും റുക്കഅൻ സുജ്ജദൻ, അവർ റുക്കൂയിലും സുജൂദിലുമാണ്. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ല് തേടുന്നവരാണ്. വരിളുവാനം, തൃപ്തി. കണ്ട, സാധാരണ വ്യവഹാരിക ജീവിതത്തിൽ അവർ അള്ളാഹുവിൻ്റെ അത് തേടുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവരുടെ പ്രശ്നം. അള്ളാഹു എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കായിട്ടിയാൽ മതി എന്നല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവരുടെ ലക്ഷ്യം. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ സുജൂദിൻ്റെ അസർ എന്ന് പറഞ്ഞ നിസ്കാരമല്ല. സുജൂദിൻ്റെ അസർ എന്ന് പറഞ്ഞാൽ ഇവർ അള്ളാഹുവിന് വിനീതരാണ് എന്നുള്ള ആ സംഭവം അവരുടെ മുഖങ്ങളിൽ തന്നെ കാണും. പറഞ്ഞൂടെ, മുഖം തന്നെ എന്ന് പറയുന്നത് മനുഷ്യനെ ആകെ പ്രതിനിധീകരിക്കുന്ന വാക്കാണ് വജ്ഹ് എന്ന് പറയുന്നത്. അത് അവരുടെ മുഖത്ത് തന്നെ ഉണ്ടാവും, അവർ പറയൊന്നും വേണ്ടാന്ന്. ദാലിക മസലുഹും ഫി തൗറാത്തി, ഇത് തന്നെയായിരുന്നു ഇവരുടെ തൗറാത്തിലും ഇവരുടെ. അതായത് ഈ അള്ളാഹ് മുന്നിൽ വെച്ച ഈ സമൂഹത്തിൻ്റെ ഉദാഹരണം തന്നെ തൗറാത്തിലും തന്നെ, ഇഞ്ചീലിലും അത് തന്നെയാണ്. ഇഞ്ചീലും അതിൻ്റെ മുമ്പും അങ്ങനെ തന്നെ, ഇനി വരാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ കാലത്തും ഈ സമൂഹം ഇതന്നെ. ഇനി അതിൻ്റെ ഒരു ഉദാഹരണം പറയാണ്, അതിൻ്റെ ആ നാമ്പ്, ഒരു കൃഷി പോലെ അതിൻ്റെ ഒരു വിളവ്, അതിൻ്റെ നാമ്പ് അത് പുറത്തേക്ക് എടുത്തു, അതായത് മുള. ഫആസറഹു, അതങ്ങനെ വളരുകയാണ്. ഫസ്തവ അലാ സൂഖി, എന്നിട്ട് അതിൻ്റെ കാണ്ഡത്തിൽ അതങ്ങ് ഉയർന്നു നിൽക്കുകയാണ്, അതിൻ്റെ ആ തടിയിൽ. യുഅജിബു സുറാ, ഈ കർഷകനെ തന്നെ അത് അത്ഭുതപ്പെടുത്തുന്നു. അതായത് അത്തരമൊന്നും പ്രതീക്ഷയുണ്ടാവില്ല എന്ന്, അത്തരമൊന്നും
ഈ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു വരുത്തിയപ്പോൾ അത്രയൊന്നും ഓൻ പ്രതീക്ഷയുണ്ടാവില്ല കിട്ടാൻ പോണത് ഇത്രയൊന്നും. ലിയഗീള ബിഹുമുൽ കുഫാർ, ഈ കാഫിരിങ്ങൾ ഇവരുമായിട്ട് ഇങ്ങനെ ഭയങ്കര ശത്രുതയിലും ആവുന്നു. കാരണം കാഫിറിൻ്റെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു പോകും ഇങ്ങനൊരു സമൂഹം ഭൂമിയിലുണ്ടാകാം. പിന്നെ അവർക്ക് ഈ കോപമായിട്ട് ഇങ്ങനെ നടക്കല്ലോ. ഫുൽ മൂത്തു ബിഗൈളിഹിം, നിങ്ങളും ആ കോപമായിട്ട് നിങ്ങൾ പോയി മരിച്ചോളിന്ന്. അത് ഖുർആൻ വേറെടുത്തിട്ട് പറയാം. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, വിശ്വാസികൾക്കും അമലുസ്സാലിഹാത്ത് ചെയ്യുന്നവർക്കും അവരും കണ്ട മഗ്ഫിറത്താണ് അജ്റൻ അളീമ. ഇത് തന്നെയാണ് ആ പറയുന്ന സംഭവം. ഇത് കൃത്യമായി അങ്ങനെ വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ്. അത് ലോകത്ത് അള്ളാഹു മനുഷ്യനുണ്ടായ കാലം മുതലൊക്കെ അത് അങ്ങനെ തന്നെയാണ് ആ സമൂഹത്തിൻ്റെ ചിത്രം. നമുക്ക് നിർത്താം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.